ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നൈറ്റോട് കൂടിയിട്ട് ഡെൻമാർക്കിനോട് വിട പറഞ്ഞിട്ട് നോർവേയിലേക്ക് കയറുകയാണ്. നോർവേയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കാലാവസ്ഥ മൊത്തത്തിൽ ചേഞ്ചാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് സ്നോ വീഴ്ച കൂടുതലാണ്. ഈ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ തണുപ്പ് പൊതുവെ കൂടുതലാണ്. അപ്പോൾ ഇവിടേക്ക് കിടക്കുകയാണ്, എന്താവും എന്നറിയാം. ഇനി മെല്ലെ ചെക്ക് പോസ്റ്റിലേക്ക് കയറണം. ചെക്ക് പോസ്റ്റ് അല്ല, കസ്റ്റംസിൽ നിന്ന് പേപ്പറൊക്കെ വാങ്ങി, ക്ലിയറൻസ് പേപ്പറൊക്കെ വാങ്ങി വേണം നമുക്ക് അവിടെ നിന്ന് കിടക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് കൺട്രോളിൻ്റെ ചെക്കിങ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ഈ ഒരു കണ്ടീഷനിലുള്ളിൽ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാർക്കിങ്ങിലേക്കൊന്നും കയറ്റിയിടാൻ പറ്റൂല. ചിലപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ വേണം കയറാൻ. പോയി നോക്കാം ഉള്ളിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഉള്ളിൽ തോന്നുന്നത് നന്നായിട്ട് ബ്ലോക്കാണ് എന്നാ. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് വേണം ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ. കുറേ നേരമായി ഇരിക്കുന്നത്. ഓരോ വണ്ടികൾ ഇങ്ങനെ ചവിട്ടിയിട്ടാണ് ഗ്യാപ്പ് നോക്കി പാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നോക്കിയപ്പോൾ എന്ത് രസമാണ് കാണാൻ. നമ്മളെ ഇരിക്കുന്ന ബെഞ്ചിൽ അതിനെക്കാട്ടി കുഷ്യൻ ഇട്ട പോലെ ഡബിളായി കിടക്കുന്നുണ്ട് മൊത്തത്തിൽ. കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇതൊക്കെ എടുത്ത് കണ്ടോ, നമ്മളിരിക്കുന്ന ബെഞ്ചുകളൊക്കെ വേറൊരാളെ കൊണ്ടൊരു വീഡിയോ ഒക്കെ എടുപ്പിക്കാൻ നോക്കി. അപ്പോൾ ആരും അങ്ങനെ ചിലവരൊന്നും എടുത്ത് തരില്ല. അപ്പോൾ ഒരാളെ കിട്ടിയപ്പോൾ എടുത്ത് നോക്കി. കിട്ടിയ ഗ്യാപ്പിന് ഞാനെന്താക്കി, കുറച്ച് മഞ്ഞൊക്കെ എടുത്ത് വാരി എറിയാൻ നോക്കി. വെറും കയ്യിൽ നമ്മളത് പിടിക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ പിടിക്കുള്ളൂ. അതിൻ്റെ മുകളിലേക്കൊന്നും നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല, കാരണം മൊത്തം തണുത്ത് നിൽക്കല്ലേ. അങ്ങനെ ഇതൊക്കെ എടുത്ത് കുറച്ച് നേരം മുകളിലേക്കൊക്കെ വാരി എറിഞ്ഞ് ഉള്ളിൽ കയറേണ്ട ആവശ്യമുണ്ട്. പേപ്പർ വർക്കിൻ്റെ ആവശ്യമുണ്ട്. ഉള്ളിൽ കയറി കസ്റ്റംസിൽ നിന്ന് ക്ലിയറൻസ് ഒക്കെ വാങ്ങാനുണ്ട്. അതൊക്കെ കിട്ടിയിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇറങ്ങിയ പാടെ ഞാനൊരു കാഴ്ച ഉണ്ട്. നമുക്കൊരു തടാകം മൊത്തം ഫ്രീസായി കിടക്കുകയാണ്. ഞാൻ കല്ലൊക്കെ എറിഞ്ഞു നോക്കി. കല്ലൊക്കെ പോന്ന് പോക്കണ്ടല്ലേ മൊത്തം. ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോട്ടെ അക്കരയ്ക്കൊക്കെ, പക്ഷേ ഒന്നും നമുക്ക് നിൽക്കില്ല, കാരണം അത്ര സേഫ്റ്റി അല്ല. എന്താ അല്ലേ, കാണുമ്പോൾ വെള്ളം പോലെ, പക്ഷെ മൊത്തം ഫ്രീസായി കിടക്കുക.